ഒരാൾക്ക് ഒരു കോള് വരുന്നു, അയാൾ എങ്ങനെയെങ്കിലും കട്ട് ചെയ്യും, പിന്നെ വീണ്ടും വിളിക്കും, ഇയാൾ വീണ്ടും കട്ട് ചെയ്യും, അപ്പൊ വീണ്ടും വിളിക്കും. നമ്മൾ ഒരാളെ വിളിച്ചു, അയാളെ മൊബൈൽ കട്ട് ചെയ്താൽ അതിന്റെ അർത്ഥം അയാൾ തിരക്കിലാണ് എന്നാണ്. അയാൾ ഇപ്പോൾ നമ്മുടെ കോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇപ്പൊ നമ്മളുമായി സംസാരിക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ വീണ്ടും തിരിച്ചു വിളിക്കലല്ല, അയാൾ കുറച്ച് കഴിഞ്ഞ് അയാളുടെ തിരക്ക് മാറുമ്പോൾ തിരിച്ചു വിളിക്കും എന്ന് മനസ്സിലാക്കുക. അല്ലാതെ വീണ്ടും വീണ്ടും വിളിച്ച് ഇടക്കുന്നത് വരെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും എന്നതല്ല. വീട്ടിൽ വന്നു, ഒരാൾ വാതിൽ മുട്ടി, സലാം പറഞ്ഞു, 3 തവണ സലാം പറഞ്ഞിട്ടും വാതിൽ തുറക്കുന്നില്ല. എന്താ ഒരു മുസ്ലിം ചെയ്യേണ്ടത്? തിരിച്ചു പോകണം. അവിടെ ചെരുപ്പ് കാണുന്നുണ്ട്, അപ്പൊ ആളേതായാലും ഉള്ളിലുണ്ട്, നടക്കള വഴി പോയി നോക്കാം, ഞാൻ മുട്ടി എങ്ങനെങ്കിലും തുറപ്പിക്കും എന്നതല്ല. മനുഷ്യർ പല അവസ്ഥയിലുണ്ടാകും. വീട്ടിൽ ആളുണ്ടെങ്കിലും ചിലപ്പോൾ തുറക്കാൻ കഴിയുന്ന അവസ്ഥയിലായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും സംസാരിച്ച് അവർ പിണങ്ങി നിൽക്കുന്ന സാഹചര്യമായിരിക്കും, സങ്കടത്തിലിരിക്കുന്ന അവസ്ഥയായിരിക്കും, മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ അവർക്കുണ്ടാകും. നമ്മളുമായി സംസാരിക്കാൻ അവരുദ്ദേശിച്ചു കൊള്ളണമെന്നില്ല. വാതിൽ മുട്ടി, ആൾ ഉള്ളിലുണ്ടാകട്ടെ, ബെല്ലടിച്ചു, സലാം പറഞ്ഞു, അവര് വരുന്നില്ല എങ്കിൽ തിരിച്ചു പോകണം. അതുപോലെയുള്ളൊരു സംസ്കാരമാണ്. നമ്മൾ ഫോൺ ചെയ്തു, അവര് ബിസിയാക്കിയാൽ, അവരത് കട്ട് ചെയ്താൽ പിന്നെ വീണ്ടും വീണ്ടും വിളിച്ച് പ്രയാസപ്പെടുത്തലല്ല. മറിച്ച് മനസ്സിലാക്കണം, അവർ നമ്മുടെ ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ അവരെ വിളിച്ചു നോക്കുക എന്നതെല്ലാം ഒരു ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമാണ്.